നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിപരീത പ്രത്യങ്കരയുടെ മൂലമന്ത്രങ്ങളും അതുപോലെ പ്രയോഗങ്ങളുമാണ്. മന്ത്രസിദ്ധിയെക്കുറിച്ചും പറയുന്നതാണ്. മന്ത്രാന്തരങ്ങളായ 2 മന്ത്രങ്ങളും പരിചയപ്പെടുത്തുന്നു. ഇതിനു മുന്നേ പ്രത്യങ്കരയുടെ പല ഭാവത്തിലുള്ള മന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അഥർവണ ഭദ്രകാളി, അതുപോലെ അഘോര പ്രത്യങ്കര തുടങ്ങിയ മന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. മാലാമന്ത്രവും പ്രയോഗങ്ങളും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറയുന്നത് വിപരീത പ്രത്യങ്കര അഥവാ മറ്റൊരു ഭാവത്തിൽ കൃത്യോച്ചാടനകരി എന്ന് പറയുന്നൊരു പ്രത്യങ്കരയാണ്. എന്നാൽ കൃത്യോച്ചാടനകരിക്ക് കേരളാതന്ത്രത്തിൽ മറ്റൊരു പദ്ധതി തന്നെയുണ്ട്. ഇത് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ ചില ആന്ധ്ര, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ വിപരീത പ്രത്യങ്കരയുടെ ഉപാസനയും അതുപോലെ ഹോമവും ചെയ്താണ് ഈ ദുർമന്ത്രവാദം, ആഭിചാരം, മറ്റു മൂർത്തികളെ ഉപദ്രവിക്കാനായി വിട്ടത് തിരിച്ച് വിടുന്ന പ്രയോഗങ്ങൾ ചെയ്തു വരുന്നത്. PDF മെമ്പേഴ്സിനായിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ PDF ആയി തന്നെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് കൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഇന്നപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിപരീത പ്രത്യങ്കിര മഹാമന്ത്രം. ഋഷിയും ഛന്ദസ്സും. അസ്യ ശ്രീ വിപരീത പ്രത്യങ്കരാ മന്ത്രസ്യ ഭൈരവ ഋഷി അനുഷ്ടുപ് ഛന്ദ ശ്രീ വിപരീത പ്രത്യങ്കരാ ദേവത മമാവിഷ്ട സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ. പിന്നെ കരന്യാസവും ഹൃദയന്യാസവും കൊടുത്തിട്ടുണ്ട്. ഇനി ധ്യാനം. ടങ്കം കപാലം ഡമരുത്രിശൂലം സബ്ബിഭ്രതി ചന്ദ്രകലാവതംസ പിംഗോർദ്ധകേശാസിത ഭീമദംഷ്ട്ര ഭൂയാത് വിഭൂത്യൈ മമ ഭദ്രകാളി. ഇങ്ങനെയാണ്. അതായത് മഴുവ്, കപാലം, ഠമരു, തൃശൂലം എന്നിവ കയ്യിൽ ധരിച്ചവളും ശിരസിൽ അർദ്ധചന്ദ്രനെ അണിഞ്ഞവളും ഭയാനകമായ ദംഷ്ട്രകളും ഉയർന്ന പിങ്കളവർണ്ണത്തിലുള്ള കേശഭാരവുമുള്ള കറുത്ത കാളീരൂപത്തിലുള്ള ശ്രീ വിപരീത പ്രത്യങ്കരയെ എല്ലാ ഐശ്വര്യവും സഭീഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയാണ് ധ്യാനം. ഇനി മൂലമന്ത്രം. ഒന്നാമത്തെ മൂലമന്ത്രമാണ് ഓം ഐം ഹ്രീം ശ്രീം പ്രത്യങ്കിരേ മാം രക്ഷ രക്ഷ മമ ശത്രുൻ ഭഞ്ജയ ഭഞ്ജയ ഭേം ഹും ഭട്ട് സ്വാഹ. ഇവിടെ ഭേം എന്ന മന്ത്രം അതാ ബീജം ഉപയോഗിച്ചിട്ടുണ്ട്. 28 അക്ഷരമുള്ള മന്ത്രമാണ്. ഈ ഭേം എന്നുള്ളതിലെ ഭ സൂചിപ്പിക്കുന്നത് പ്രളയാഗ്നിയെയും എ എന്നുള്ളത് ഉയർന്ന ബോധാവസ്ഥയെയും പിന്നെ നാദബിന്ദുക്കൾ ദുഃഖനിവാരണത്തെയും സൂചിപ്പിക്കുന്നു. അടുത്ത മന്ത്രാന്തരം. ഓം അസ്യ ശ്രീ മഹാവിപരീത പ്രത്യങ്കരാ മഹാമന്ത്രസ്യ മഹാകാലഭൈരവ ഋഷി തൃഷ്ടുപ് ഛന്ദ ശ്രീ മഹാബ്രഹ്മസ്വരൂപിണി മഹാവിപരീത പ്രത്യങ്കരാ ദേവത ഹൂം ബീജം ഹ്രീം ശക്തി ക്ലീം കീലകം മമ സർവാർത്ഥ സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ. ഈ ന്യാസങ്ങളാണ്. ഈ ധ്യാനമാണ്. ഓം ക്ഷുത്ക്ഷാമാം കോടരാക്ഷി മസിമലിനമുഖി മുക്തകേശീരുദന്തി നാഹം തൃപ്ത്വാ വദന്തി ജഗദഖിലമിദം ഗ്രാസമേഘം കരോമി ഹസ്താഭ്യാം ധാരയന്തീം ജ്വലദലനശിഖാ സന്നിഭം പാശയുഗ്മം ദന്തൈർ ജംഭൂഫലാഭ പരിഹരതു ഭയം പാതുമാം ഭദ്രകാളി. അതായത് വിശന്ന ക്ഷീണിച്ചവളും കുഴിഞ്ഞ കണ്ണുകളുള്ളവളും അഴിച്ചിട്ട കേശഭാരത്തോടു കൂടിയവളും തനിക്ക് തൃപ്തിയായിട്ടില്ലെന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ വിഴുങ്ങലായി കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവളുമായ ഭദ്രകാളിയെ ധ്യാനിക്കുന്നു. ജലിക്കുന്ന അഗ്നിജ്വാല പോലുള്ള പാശവും ഞാവൽപ്പഴത്തിൻ്റെ കറുത്ത നിറമുള്ള പല്ലുകളുമായി ശ്രീ വിപരീത പ്രത്യങ്കര രക്ഷിക്കട്ടെ. ഇങ്ങനെ ഉഗ്രമായ ഒരു ധ്യാനമാണ്. ഇതിൻ്റെ മൂലമന്ത്രം ഓം ഹൂം ഹ്രീം ക്ലീം ഐം വിപരീത പരബ്രഹ്മ മഹാപ്രത്യങ്കരായൈ സ്വാഹ. ഇങ്ങനെയാണ്. അതിൽ മറ്റ് ബീജങ്ങളൊക്കെ ചേർത്ത് 22 അക്ഷരമുള്ള മഹാമന്ത്രമാണ്. അടുത്ത ഷോഡശാക്ഷരം 16 അക്ഷരമുള്ള മന്ത്രം കൂടെ പറയുന്നു. അതിന് മഹാമഹേശ്വര ഋഷി ജഗതിച്ഛന്ദ ശ്രീ വിപരീത മഹാപ്രത്യങ്കരാ ദേവത ഹൂം ബീജം ഹ്രീം ശക്തി ക്ലീം കീലകം സമസ്ത കാമന സംസിദ്ധ്യാർത്ഥേ ന്യാസേ ജപേ വിനിയോഗ. പിന്നെ ന്യാസങ്ങളാണ്. ധ്യാനം മുകളിൽ പറഞ്ഞത് തന്നെയാണ്. ഇനി മൂലമന്ത്രമാണ് പറയുന്നത്. ഓം ഹൂം ഹ്രീം ക്ലീം ഐം വിപരീത മഹാപ്രത്യങ്കരായേ ഐം ക്ലീം ഹ്രീം ഹൂം സ്വാഹ. ഇങ്ങനെയാണ്. ഈ മഹാമന്ത്ര സാധന ഗുരുമുഖത്ത് നിന്ന് ദീക്ഷ വാങ്ങി നിശ്ചിത എണ്ണം മന്ത്രജപം പൂർത്തിയാക്കിയ ശേഷമാണ് ഹോമം ചെയ്യേണ്ടത്. 10,000 എണ്ണമുള്ള ഹോമം ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാ ചടങ്ങുകളും തെറ്റിക്കാതെ തുടർച്ചയായ ദിവസങ്ങളിലായി, അതായത് ദിവസേന 1000 വീതം 10 ദിവസം ചെയ്തു തീർക്കാവുന്നതാണ്.
ഈ കാര്യങ്ങളെല്ലാം ഉപദേശിച്ച ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട്. ഈ വിധം ധ്യാനിച്ച് മന്ത്രം 10,000 തവണ ജപിക്കണം. അപമാർഗം, അതായത് കടലാടി, അതിൻ്റെ വിറക്, നെയ്യ് ചേർത്ത് അല്പം കടുകുകൊണ്ട് ദശാംശം ഹോമം ചെയ്യണം. അതുപോലെ അന്നപൂർണ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ അംഗപൂജ, അതുപോലെ ലോകപാലപൂജ, ആയുധപൂജ എന്നിവ ചെയ്യണം. എന്നിട്ട് മന്ത്രസിദ്ധിയാകും. അതുകൊണ്ട് കാമ്യപ്രയോഗങ്ങൾക്ക് 100 ഉരു വീതം ജപിച്ച് ആഗ്രഹം പറയാം. അത്ര ഉരു തന്നെ ഹോമം ചെയ്യുകയും ചെയ്യണം. പിന്നീട് ഇങ്ങനെയാണ് പൂർണ്ണസിദ്ധിയിലേക്ക് വരുന്ന ആവരണ പൂജകളാണ്. ഇനി പ്രയോഗം. ഭൂതോപദ്രവം, ആഭിചാരബാധകൾ, ഭൂതാവേശം എന്നിവയുള്ളവരെ മന്ത്രം 108 ജപിച്ച് വെള്ളമെറിഞ്ഞാൽ പിന്നിളകുകയില്ല. ആ ബാധകൾ അവിടം വിട്ടു പോകും. കടലാടി പഞ്ചഗവ്യത്തിൽ മുക്കി സാധിനെ ഒഴിഞ്ഞ് 1000 ഉരു ഹോമിക്കണം. എല്ലാ ക്ഷുദ്രബാധയും ശമിക്കും. മാതൃകാബലിയും തത്വാകർഷണവും വേണം. എന്നാൽ ഒരു ബാധയും നിലനിൽക്കുകയില്ല. കൊന്നച്ചമത 12,000 ഉരു പഞ്ചഗവ്യത്തിൽ മുക്കി ഹോമിക്കുക. എന്നാൽ ഒരു രാജ്യത്തെ ബാധിച്ച സർവ്വ ആഭിചാരങ്ങളും ശമിക്കും. യന്ത്രം എഴുധരിക്കുന്നതും ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. ഇനി ശത്രുസംഹാരത്തിന് കടലാടി, കടുക്, കുരുമുളക്, ചുവന്ന മുളക്, തിപ്പല്ലി, കൊടുവേലി എന്നിവ യുക്തം പോലെ ഉപയോഗിക്കാറുണ്ട്. ഗുരുനിർദ്ദേശം അനുസരിച്ച് വേണം ഇതിൻ്റെ എണ്ണം സ്വീകരിക്കാൻ. ക്രൂരകർമ്മത്തിന് കരിങ്ങാലി, കൊടുവേലി, തൃക്കടുക്, വെടിയുപ്പ്, ആജ്യം ഇവ ചേർത്ത് ഹോമിക്കണം. അതുപോലെ എരിവുള്ള ചുവന്ന മുളക് ഗുരുപദേശത്തോടുകൂടി ഹോമിക്കണം. ഏത് ആഭിചാരമൂർത്തിയും തിരിച്ച് നശിച്ചു പോകാനുള്ള പ്രയോഗമാണ്. സൗമ്യകർമ്മത്തിന് ദേവിയയ്ക്ക് കടുക്, ചിറ്റമൃത, എള്ള്, മലര്, പാൽപ്പായസം, അപ്പം, നെയ്യ് തുടങ്ങിയവ ഹോമിക്കുന്നത് ഉത്തമമായിട്ട് പറയുന്നു. ഇതൊക്കെയാണ് പ്രത്യങ്കിരയുടെ, അത് വിപരീത പ്രത്യങ്കിരയുടെ പ്രയോഗങ്ങൾ. അടുത്ത വീഡിയോയിൽ കൃത്യോച്ചാടനകരിയുടെ വിശദമായ പ്രയോഗങ്ങൾ പറയുന്നതാണ്. ഇങ്ങനെ പ്രത്യങ്കര സീരീസ് കഴിയാറായിരിക്കുകയാണ്. നമസ്കാരം.